പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 മീനമാസം 4-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 18-ാം തീയതി ചൊവ്വാഴ്ചയാകുന്നു. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:36, അസ്തമയം വൈകിട്ട് 6:32 നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ചൊവ്വാഴ്ചയാണ്, ചോതി നക്ഷത്രമാണ്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യന് പ്രാധാന്യമുള്ള ദിനമാകുന്നു. ചോതി നക്ഷത്രമാകട്ടെ നാഗങ്ങൾക്ക് പ്രിയപ്പെട്ട ദിനവുമാകുന്നു. അതിനാൽ നാളെ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമാകാം. അപ്രകാരം തന്നെ നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്ത് നാഗപ്രീതികരങ്ങളായ കർമ്മങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ആത്മവിശ്വാസത്തെയും അതേ രീതിയിൽ നാഗങ്ങളുടെ അനുഗ്രഹത്തെയും പ്രദാനം ചെയ്യുന്നു. നാളത്തെ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഓം ഭജദ്ഭുവേ നമഃ എന്നാകുന്നു സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നാളത്തെ തിഥി അത്ര ശുഭകരമായൊരു തിഥിയല്ല, ചതുർത്ഥി തിഥിയാകുന്നു. തിഥികളിൽ ഏറ്റവും ദുർബലമായ തിഥിയാകുന്നു ചതുർത്ഥി, നവമി, ചതുർദശി. 4, 9, 14 തിഥികൾ ഒരു ഗുണവും ചെയ്യാത്ത തിഥികളാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ. അതിനാൽ നാളെ ചൊവ്വാഴ്ചയാണ്, ചതുർത്ഥി തിഥിയാണ്. സാമ്പത്തികമായ വിഷയത്തിൽ ഇടപെട്ടാൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കാലത്ത് 9:30 മുതൽ 11:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.